പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാൽ ഇ സി ജിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് വേഗത്തിൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ രോഗി മരണപ്പെടാം. 5.5 to 6.5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണെങ്കിൽ അത് എയർലി സ്റ്റേജ് ആണെന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പീക്ഡ് ടി വേവ് ആണ് കാണുന്നത്, നല്ല പൊക്കമുള്ള ടി വേവ്. മെയിൻലി കാണുന്നത് പ്രീകോഡിയൽ ലീഡ്സിലായിരിക്കും, അതായത് V2 to V4 കാണുന്നത്. 6.5 to 7.5 മില്ലി ഇക്വലൻസ് ആയി കഴിഞ്ഞാൽ പൊട്ടാസ്യം കുറച്ചുകൂടെ കൂടുതലായി, ഡേഞ്ചറസ് ആണ് കുറച്ചുകൂടെ. അപ്പോൾ ഇവിടെ നമ്മൾ QRS വൈഡൻ ആവും, അതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പി വേവ് ആബ്സെന്റ് ആവും. ഇനി 7.5 മില്ലി ഇക്വലൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അവിടെ നമുക്ക് QRS കോമ്പൗണ്ട് വൈഡൻഡ് ആയിട്ട് അവസാനം ECG ഒരു സൈൻ വേവ് പാറ്റേൺ എന്ന് പറയും. ഈ സൈൻ വേവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് വേവ് ആണ്, ഒരു ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്മൂത്ത് QRSും ടി വേവും മെർജ് ചെയ്ത് ടുഗദർ ആയിട്ടൊരു സൈൻ ഓഫ് ഇംപെൻഡിങ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ എസിസ്റ്റോൾ വരാൻ പോവുകയാണ് ഇപ്പം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. അത് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവിടെ രോഗി മരണപ്പെടാം. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് മിസ്സായി പോയാൽ രോഗികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ വരാനായിട്ട് ശ്രമിക്കാം. ടേക്ക് കെയർ.